വഴിയാണ്ടല്ലേ ചേച്ചി, പാരവെള്ള വണ്ടികൾ ലോഡ് വണ്ടികളൊന്നും ഇറങ്ങി വരില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്ക് കിട്ടൂല. ഇവിടെയാണ് കമ്പി കൊണ്ട് വഴി തെറ്റി ഗൂഗിൾ മാപ്പ് ലോറി റിട്ടേൺ വന്ന് ഒരു വീടിന്റെ മേളിൽ വീണ് വീട്ടിൽ കിടന്നതെല്ലാം മരിച്ചു പോയത്. കമ്പിയും കൊണ്ടേ ഗൂഗിൾ മാപ്പ് നോക്കി ലോഡ് കമ്പി വണ്ടി കയറിപ്പോയി. ഇത് കല്ലിന്റെ പണിയാണെന്ന് 2 കൊല്ലമെങ്കിലും എന്തിനാ വരിക്കാതിരിക്കുന്നതാണ് പൊളിച്ചിട്ടിട്ട്. ചോട്ടിൽ ചക്ക, വീട്ടിൽ ചക്ക, ചോട്ടിൽ ചക്ക, വീട്ടിലൂടെ. പാവപ്പെട്ടവരുടെ വീട് കണ്ടില്ലെങ്കിൽ സാറ് കണ്ടോളം പോകുന്ന വഴിക്കൊക്കെ കണ്ടോളം കേട്ടോ. പൈസക്കാരുടെ വീട് മാത്രം കണ്ടാ പോരാ. അത് ഇവിടെ പണിയാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ടൊന്നുമില്ല. ചേച്ചിനൊക്കെ പറത്തിക്കൊണ്ട് പോകുന്നു എനിക്ക്. ഇന്നലെ ഇതുപോലെയായിരുന്നു. ആ ഭാഗത്തേക്കൊക്കെ ചേട്ടോ തേങ്ങാ കോഴിയിലോട്ട് വീഴുമെന്ന് പേടിക്കണം. മേളിൽ കേറിട്ട് മഴ പെയ്താൽ കുഴപ്പമില്ല, ഇറക്കത്തെ വെച്ച് മഴ പെയ്താൽ ഭയങ്കര ഇതാ. സാറത്തിനാ തല മാറ്റുന്ന മറ്റേ ചെക്ക് പോസ്റ്റ് കാണുമ്പോ കുഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞ സാറ് വെച്ച് ഇല വരുമ്പോഴത്തേക്ക് സാറ് തല വെട്ടിക്കുക. മീശപ്പുലി ബ്യൂട്ടി ഓഫ് ദ നേച്ചർ, യു നോ. ഇറ്റ്സ് എ ലാൻഡ്മാർക്ക്. ഇത് ഇടുക്കിയ അല്ലേ? ചെന്ന് കഴിയുമ്പോ ചക്ക വരുന്നു. വിളയാത്തയൊക്കെയാ മൊത്തം, പിച്ചയൊക്കെയാ. ഇത് വനത്തിൽ നിന്ന് കിട്ടുന്നതാണോ അതോ പുറമേ? ഒരു 3-4 കൊല്ലം മുമ്പ് ഒരു ഭയങ്കര ഫേമസ് വാർത്തയായിരുന്നേ. രണ്ടാൾക്കാര് ഒരു കുടുംബത്തിലുള്ള ആൾക്കാരെ മൊത്തം തലക്കടിച്ചു വന്നത്. ആന്റണി അതല്ല, ആന്റണിയുടെ കഴിഞ്ഞിട്ട് സംഭവക്കാൻ സ്ഥലം. അത് സ്ഥലം ഇതാ. എന്താ അറിയാ ചേച്ചി, 2 പിള്ളേരെയും അപ്പനെയും അമ്മേനെയും കൂടെ 2 അമ്മമാര് കള്ളന്മാരല്ലായിരുന്നു. ഈ പുള്ളിക്ക് ഹിന്ദു ഈ പൂജകളും കൂടത്തോടെ ചെയ്യുന്ന ആളായിരുന്നു അപ്പനെ. അപ്പം കൂടുതൽ ശിഷ്യന്മാരായിട്ട് വന്ന 2 അമ്മമാര് പുള്ളിയുടെ ശക്തി കിട്ടുമെന്ന് പറഞ്ഞോണ്ട് അടിച്ചു കൊന്ന് കുഴിച്ചിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടിച്ച് കൊന്നിട്ട് ഇമ്മാർ അന്നേരം പോയി. പിറ്റേ ദിവസം വന്നപ്പോ ആ കൊച്ച് മരിക്കാതിരിക്കുവായിരുന്നു ഇവരുടെ ശബ്ദത്തിനടുത്ത്. ഒരു ചെറുപ്പം കൊച്ച്, അവരെ അന്നേരം അടിച്ചു കൊന്നു. പിറ്റേ ദിവസം അവരെന്താ ഗൗരമ്മ നടത്തണം. 4 പേരെയും കുഴിച്ചിട്ടു. ആ സ്ഥലമാണിത്. ഇതുപോലുള്ള പൊക്കത്തും ഇറക്കത്തും ഒക്കെ ചെയ്താൽ ആൾക്കാർ കണ്ടുപിടിക്കാൻ താമസപ്പെട്ടു. അത് 3-4 ദിവസം കഴിഞ്ഞ് ഇവരിങ്ങനെ കൂടത്തുള്ളതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആൾക്കാരങ്ങനെ ചെല്ലിയല്ലായിരുന്നു. അപ്പം ആട് കിടന്ന് കാർച്ച് കേട്ട് അയലോക്കാരി വന്നു കഴിഞ്ഞപ്പോഴാണ് മണം പിടിച്ചിട്ട് പോലീസിനെ വിളിച്ചെടുത്തത്. 3-4 കൊല്ലമായതുള്ളൂ. കപ്പാക്കാനും മൊട്ടർക്കസും വലിയ കൊള്ളക്കം പിടിച്ച ദിവസമായിരുന്നു. പ്രതിനെ അന്ന് തന്നെ പിടിച്ചു. പ്രതികളെ ഇത് അന്വേഷിക്കാൻ നടക്കണമെന്നില്ല. അപ്പം ആ ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത് 101 മൂർത്തികളും കണ്ട് ആശാന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ ആശാനെ കൊന്നു കഴിഞ്ഞാൽ ആ മൂർത്തികളെ കിട്ടാൻ വേണ്ടി കൊന്നതാന്ന് പറഞ്ഞു. എന്നെ ചെയ്യാൻ പറ്റും. അന്ധവിശ്വാസം കളിക്കാൻ പിടിച്ചിട്ടേ കുഞ്ഞുങ്ങളെയൊക്കെ ബലി കൊടുക്കുന്നത്. പറയാലും കാറ്റ് നന്നായിട്ട് വീശിയായിരുന്നു. തെങ്ങൊക്കെ ആടുന്ന കണ്ടിട്ടേ ഒന്നുമല്ല. നമ്മള് നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് പേടി വരും. അതെ അതെ. അപ്പൊ നമ്മളോർക്കും അത് നമുക്ക് വലിയ വിഷയം തോന്നില്ല. പക്ഷെ നമ്മൾ കടൽത്തീരത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കും ഇവരെങ്ങനെ ഈ മഴക്കാലത്ത് ഇവിടെ കിടക്കണം ഓർക്കും. ഈ തിരമാലയൊക്കെ വെച്ച് പൊക്കത്ത് വരുമ്പോൾ. പക്ഷെ അവിടെ കിടക്കുന്നവർക്ക് അതൊരു പേടിയില്ല. എന്ന് പറഞ്ഞാൽ ഇടുക്കി നിൽക്കുമ്പോൾ നമുക്ക് വലിയ പേടിയൊന്നുമില്ല. പിന്നെ ഇവിടെ കിട്ടി കൊടുക്കാണെങ്കിൽ അതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാണല്ലോ ചേച്ചി, ബോംബ് സ്ഫോടനത്തിന്റെ കൂടെ സൗണ്ട് ആയിരിക്കും. നമ്മൾ എറണാകുളത്ത് അവിടെ ഒന്നും വെട്ടുന്ന പോലല്ല. ഇവിടെ ഓരോ സാധനത്താലേ പാറയിലൊക്കെ പോയി ഇടിച്ചിട്ട് ഭയങ്കര എക്കോ പ്രതിധ്വനിക്കും സംഭവം. പള്ളി ഭയങ്കര വെള്ളച്ചാട്ടം ഉണ്ടേ. മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടം ഭയങ്കര ശക്തി മേളിൽ നിന്ന് വെള്ളം വരും. ആ വെള്ളം പാറ ഉണ്ടോ സാറേ? അത് ഇതിലെ നിരന്ന് ഇങ്ങനെ വെള്ളം വരും. ആ പള്ളിയുടെ ആ വാതിൽ നിരന്ന് വരും. ഇത് റീൽസിലൊക്കെ ഒത്തിരി പേര് എടുത്തിരുന്ന പള്ളിയത്. മാങ്ങ അയച്ചു മാങ്ങ പറിച്ച് വിൽക്കാൻ പറ്റിയിരിക്കുന്നു. ഈ കാര്യം
കാറ്റിനൊക്കെ മാമ്പഴം വീഴുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ പഴുക്കാറായില്ല. ഇവിടെ ആ ജൂൺ മാസം ആകണം മാങ്ങ പഴുക്കാൻ തുടങ്ങി. പക്ഷെ എറണാകുളത്തെ കയ്യിലൊക്കെ പഴുക്കാൻ തുടങ്ങി, വരാൻ തുടങ്ങി അല്ലേ? KL05 അതെവിടെ? കോട്ടയം വണ്ടി. കോട്ടയം അല്ലേ? എന്നാ ചേട്ടാ അരുവായൊക്കെ പിടിച്ചിരിക്കുന്നത്? നമ്മള് എറണാകുളത്തുള്ള അമ്മയോട് ചോദിക്കുന്നത് ഇവിടെയുള്ള അമ്മമാർക്കൊക്കെ വട്ടായിരിക്കും. ചക്ക വെട്ടാൻ പോവുക. അതിന്റെ കയറ്റത്തിന്റെ കാൽഭാഗം പോലും കേറിയില്ല. ഇല്ലേ? നമുക്ക് ആ പാറയുടെ മണ്ടച്ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തേക്ക് എൻട്രൻസ് കിട്ടണമെന്നില്ല. ഓ കയറി ചെല്ലണം. താഴെ ഉണ്ടായിരുന്നു, ഇനി കയറി ചെല്ലണം. രാത്രിയിലൊന്നും വണ്ടിയൊന്നും കാണില്ലെന്ന്. ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നഷ്ടമല്ലേ ചേച്ചി, ആര് വരാൻ വേണ്ടിയാണ്? അത്രമേ അറിയാവുന്ന ആൾക്കാർ ഇതിലെ വണ്ടിയും കൊണ്ട് വരുള്ളൂ. പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് ചെല്ലും, ഇടുക്കി കയറാൻ പറ്റും. മറ്റാൾ വനത്തിൽ കൂടെ തന്നെ കോതമംഗലം, പെരുമ്പാവൂർ, കോതമംഗലം, നേര്യമംഗലം വനത്തിൽ കൂടെ തന്നെ ഓടണം. നമ്മൾ തിരിച്ചതിലേ പോകുന്നത്. അപ്പം നമ്മള് രണ്ട് വഴിയാ പോവാണെങ്കിൽ പാറ ഉരുണ്ട് വന്നിട്ട് അതിന് നടുക്കൂടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നത് ഒരു പാറ ഉരുണ്ട് വന്നിരിക്കുന്നതാണ് ആ സൈഡ് കണ്ടത്. ഇതൊക്കെ ഉരുള് പൊട്ടി വന്ന പാറകൾ അയച്ചിരിക്കുന്നത് കേട്ടോ, മേളിന്നേ. ദൈവം എങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്? നിനക്ക് അടിയിൽ ആൾക്കാർ കാണും, പഴയ ആൾക്കാർ. ആനയും കടുവായും പോത്തും. വന്ന മഴ എങ്ങോട്ടോ പോയി. ഇതൊക്കെ പറയാൻ ശനി കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമാണ്. അതെ നമ്മൾ കാണാത്ത ഒത്തിരി സ്ഥലങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ പോലും നമുക്ക് ഒരു കാരണവശാലും ഒരു ആയുസ് കണ്ടു തീർക്കാം. വടക്ക് ഭാഗത്തോട്ടൊക്കെ പോയാലേ കണ്ണൂർ ആ സൈഡൊക്കെ നല്ല സ്ഥലങ്ങൾ ഇനിയും കാണാം ഇഷ്ടം പോലെ. ആ ഉരുളുകൂട്ടി വന്നത് ശരിക്കും അറിയാനുണ്ട്. അതുവഴി വന്ന് പോലെ. അതെ അതെ. മണ്ട പെയ്യുന്നുണ്ട്, അതിന്റെ വാങ്ങലായിരുന്നു. ആ മേളിൽ ചെന്ന് ഈ കമ്പാക്കാനെ ഞാൻ പറഞ്ഞില്ല ചേച്ചി, ആ മേളിൽ ചെന്ന് എനിക്ക് ഇപ്പൊ ഒന്ന് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നല്ല വ്യൂ കിട്ടിയത്. താഴെ മഴ പെയ്യാതെ കിട്ടുവാണെങ്കിൽ. ഇവിടെയുള്ള വഴികളൊക്കെ പിന്നെ 5 കൊല്ലം കൂടിയാലൊക്കെ മൊത്തം പൊളിഞ്ഞ് നശിച്ചു പോയാലേ പിന്നെ ചെയ്യുള്ളൂ. ഇവിടെ പണിക്ക് ആളെ കിട്ടാനാ പ്രയാസം. പെയ്തു 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 അത് പോയി. നിങ്ങളുടെ കോട്ടയത്തിന്റെ മണ്ട മാത്രം വെളുത്ത് നിൽക്കുന്നുണ്ട്, അപ്പുറത്തെ ഉണ്ട്. അതിനിപ്പുറം കറുത്ത് നിൽക്കുന്നത്. ഈ മുണ്ടകയത്തൊക്കെ കൊക്ക കാണുമെന്ന് പറഞ്ഞാലേ അങ്ങോട്ട് പെട്ടുമരണം കയറ്റം നടന്നത്. വണ്ടി പോലും ബുദ്ധിമുട്ട്. വെള്ളിലാവ് നിൽക്കുന്നതാണ്. വെള്ളിലാവ് ഈട്ടിച്ചെടി പോലെ തോന്നുന്നു അല്ലേ? ഇവിടെ ഈറ്റയൊക്കെ കാണാനുണ്ട്. ആനയ്ക്ക് പറ്റിയ മണ്ണിടിച്ച് പോകുന്ന സ്ഥലങ്ങളല്ല. അതെ 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 അതെ. ഇവിടെയൊന്നും ആനയൊന്നുമില്ല, ഇത് ഭൂമികൾ തന്നെ ആൾക്കാരാണ്. സൈഡ് വഴിക്ക് ആനയില്ല. ഈ മഴയത്തൊക്കെ ഇങ്ങനെ കിടക്കുന്ന റിസ്ക്കാണ് ഇവിടെയൊക്കെ. കാരണം എത്ര എന്റെ മണ്ടെന്ന് വരുമെന്നൊന്നും അതെ അതെ. ചെറിയ കല്ല് വന്നാൽ എത്ര പെട്ടെന്ന് ഇവിടെ കയറി പോവാന്നുള്ളൂ. മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതായിരിക്കും. വണ്ടിയൊക്കെ തുറക്കുന്നുണ്ട്. KL5 ഞാൻ
അങ്ങോട്ട് KSRTC ഒക്കെ ഇറങ്ങി വരുമല്ലേ? ഇറങ്ങി വരും. ഇതിന്റെ ബോളിനോ ബൈക്ക് പോയിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ നിങ്ങൾ താഴോട്ട് നോക്കണം ചേച്ചിയെ. നല്ല വ്യൂ ഉള്ള സമയമാണ് ഉണ്ടല്ലോ. ഇവിടെ കാലയച്ചു പോയാ പോയി. പിന്നെ അത് പമ്മും വണ്ടി. ആൾക്കാർ പറയും നമ്മുടെ CNGക്ക് പവറില്ല. പക്ഷേ നമ്മുടെ വണ്ടി CNG അല്ല കയറുന്നത്. എല്ലാരും പറയും ഗ്യാസിന് പവറില്ല. ഇങ്ങോട്ട് കണ്ട മലകൾ മുഴുവൻ താഴോട്ടൊക്കെ ആയിട്ട് കാണാം. നമ്മളിപ്പോ മേളിൽ ചെന്നിട്ട് അവിടെ വണ്ടി നിർത്തൂല്ലോ. ഞാൻ കാണിക്കാം. മേളിന്നേ ഈ ഗൂഗിൾ മാപ്പ് നോക്കി പരിചയമില്ലാത്ത വരുന്ന ആൾക്കാരോടൊക്കെ പണി കിട്ടാറുണ്ട്. ഈ വളവൊന്നും തിരിയാതെ പിടിക്കാതെ ഒക്കെ. അതെ അവർക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവത്തില്ലല്ലോ. ബ്രേക്ക് ചവിട്ടാതെ ഗിയറൊക്കെ അത്യാവശ്യം നല്ല ഗിയറൊക്കെ ഇട്ട് പോയില്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കുക. അതെ ആശാനും പുതിയതാന്ന് തോന്നുന്നു. ഒരു പമ്മിലുണ്ടായിരുന്നു പുള്ളിക്ക്. നിർത്തിയതാണ് താവട്ടൊന്ന് കാണിക്കാല്ലേ. അവിടെ താവട്ടം മല അങ്ങ് കിടക്കുന്നുണ്ടോ? നിരന്ന് കിടക്കും അവിടെ. World famous.
MP അല്ല. MP അല്ല അല്ലേ? സാധനമൊന്നും വഴിയിൽ വെച്ചിട്ടില്ല. എന്നിട്ട് ആരാണ് അങ്ങനെ ചോദിക്കുന്നത്? ഏതോ MP വണ്ടിയാ. സതീശന് അടുത്ത് വരുന്നുണ്ട് ഇവരെല്ലാം വഴി. അതെ ഇവര് ഫ്രണ്ടിൽ പോരുന്ന. പോരുന്ന. സതീശ നോക്കിക്കോ. കെട്ടാ കയറണമെന്നുണ്ട് നാളെ പോയി കയറാൻ കേട്ടോ ചേച്ചി. വേണ്ട നമുക്ക് ട്രാവൽ ചെയ്താൽ മതി. കാരണം കയറണം അങ്ങനത്തെ കാര്യമൊന്നുമില്ല. രാത്രിയിലത്തെ ഒരു നൈറ്റ് ആ കാണുന്ന റിസോർട്ടാണ് മലയാളം മണ്ടല്ല ഡാം വ്യൂ റിസോർട്ട് എന്ന് പറയും. നേരെ ഫ്രണ്ടിൽ ഡാമിന്റെ ഇത് കാണാം. നമ്മളിപ്പോ ഫോട്ടോ എടുത്ത അദ്ദേഹം ഇല്ലേ, ശ്രീകണ്ഠൻ നായർ സാറ്. അദ്ദേഹം നായരല്ല, സോറി, VK ശ്രീകണ്ഠൻ നായരില്ല കേട്ടോ. അതെ അതെ. അദ്ദേഹവും ഭാര്യയും ഉണ്ടായിരുന്നു. ഭാര്യയും കമ്മ്യൂണിസ്റ്റിലെ ഒരു വലിയ ആളാന്ന് തോന്നുന്നു. ലളിതയോ അല്ലല്ലേ, കോൺഗ്രസ് MP അത്. MP ഹ്യൂസ്റ്റണിലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഇപ്പൊ ഓർപ്പിച്ച പുള്ളി മനസ്സിലായോ? മനസ്സിലായി. അന്ന് അവർ ഫോമയുടെ ഏതാണ്ട് പ്രോഗ്രാമിന് വന്നതായിരുന്നു. അപ്പൊ ഹ്യൂസ്റ്റണിലും വന്നായിരുന്നു. സുജയ പാർവതി ഇല്ലേ, സുജയ പാർവതി, അവരും വന്നിരുന്നു. മഴ പെയ്യാഞ്ഞിട്ട്. മഴ പെയ്തിരുന്നെങ്കിലോ വിലയില്ലാതെ എല്ലാം വീട്ടിൽ കൊണ്ടുപോയി. അതുകൊണ്ടല്ല വിലയില്ല. പിന്നെ 10,000 കോഴീനെ 30 ദിവസം ഇടുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അത് വിലയില്ലാതെ വന്നേ. പെട്ടെന്ന് ഇവിടെ പാട്ടത്തിനായിരുന്നു ഫാം. ഞാൻ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് വീടിന് അങ്ങോട്ട്. എന്നും പോയി വരും. വൈകിട്ട് വരും. രാവിലെ പോകും, വൈകിട്ട് തിരിച്ചോട് വരും. രാത്രിയിൽ ഇവിടെ കിടക്കും. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി. അതെ അതെ, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി. അടുക്കടിക്ക് വെച്ചിരിക്കുക. വഴി നിൽക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ വഴി നിൽക്കുന്നുണ്ട്. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി. തേക്ക് പൂത്ത് നിൽക്കുകയാണോ? അത് തേക്ക് പൂത്ത് നിൽക്കുകയാണോ? അത് ഒരു പൂ കാണുന്ന തേക്കല്ലേ? തേക്ക് പൂത്ത്. തേക്കല്ല, അത് കരണ. അതാണ് കരണ. കരണമരം കണ്ടിട്ടില്ല? കരണമരം എന്ന മരമുണ്ട്. ഇല ഇങ്ങനെ കുനുകുനാന്ന് പച്ചപ്പലയായിരിക്കും. ശരി, ഞാൻ കാണിച്ചു തരാം. കരണമരം ആരോട് വരുന്നുണ്ട്, ലൈറ്റ് അടിച്ച് വരുന്നത്. നമ്മൾ ലൈറ്റ് കാണിക്കുന്നത്. അത് എനിക്ക് വളവായിട്ട് ലൈറ്റ് ഇട്ടത്. ആ ഡ്രൈവർക്ക് സന്തോഷമായി KSRTC-യുടെ. പക്ഷെ പ്രൈവറ്റ് ബസ്സുകാരൻ കണ്ടില്ല. അവന്റെ മോടെ അവനെ മറ്റേ വണ്ടിക്കാരനോട് KSRTC നല്ല കയറ്റി ഓടിച്ച് അവൻ ഇറങ്ങിപ്പോയി. പ്രൈവറ്റുകാരൻ അത്ര ഓടിച്ചില്ല. അവനതുകൊണ്ട് ആ വണ്ടി നമ്മളെ വണ്ടി കൂടെ മാറ്റാനുള്ള രീതിയിൽ അവൻ നിന്ന് അവിടെ. KSRTC-കാരൻ വീഡിയോ ആണ് കണ്ടപ്പോൾ ലൈറ്റ് ഇട്ട് കാണിച്ചു. കാരണം ഇപ്പൊ റീൽസിനകത്തൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് വരുമല്ലോ. കൃഷ്ണനെ കൊണ്ട് കാണിക്കല്ലോ ഇടുക്കിയില് വളവ് തിരിഞ്ഞു വരുന്ന KSRTC. ഇങ്ങോട്ട് മഴ പെയ്തേ ഇല്ല ചേച്ചി. പക്ഷെ ഈ ഒരു കാലാവസ്ഥ അങ്ങോട്ട് കിട്ടുമായിരുന്നു മൊത്തം കാണായിരുന്നു. ഇനി മേളിൽ ചെല്ലുമ്പോ ഇതിപ്പോ നല്ല കാലാവസ്ഥയുണ്ട്, നല്ല വ്യൂ കാണിച്ചു തരാം. മഞ്ഞ് വീണിട്ടില്ല. നിങ്ങൾ പറയാം ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണെന്ന് പറയും. തീർച്ചയായിട്ടും ബ്യൂട്ടിയാണ്. അത് പുള്ളി എല്ലാ സിറ്റിയിലും പറയും കൈ കാണിക്കാൻ വരാൻ പറ്റുമായിരുന്നു.
എവിടെയും നിർത്താൻ പോകുന്ന ഞാൻ പറയും വീട്ടിൽ സതീശന് വള്ളു പിടിച്ചിട്ട് അവന് വോട്ട് ചെയ്യണമെന്ന് പറയും. പിന്നെ പാവപ്പെട്ട ജനങ്ങൾ 10 പേർക്ക് നാളെ പനി പിടിക്കും മഴയിലാണ്. അതൊന്നും ഒരു വിഷയമല്ല ചേച്ചി അവർക്ക്. നാട്ടിലുണ്ടായിരുന്ന ഞാനും പോയി അവിടെ നിൽക്കണ്ടാവുന്നതാണ്. ഇന്ന് 10 ബ്രോയിലർ വിറ്റ് പോകേണ്ട ദിവസമല്ലേ. ആ വ്യൂ ഒക്കെ അത് കാണുന്ന സ്ഥലങ്ങളല്ലേ. എനിക്ക് തന്നിട്ടൊന്നും തോന്നുന്നില്ല. എവിടെയാലും നിർത്തണമെങ്കിൽ ആരോടെ പറഞ്ഞാൽ വണ്ടി വരും. അളന്ന് കുറിച്ച് അവന്മാർ വരുള്ളൂ. നമ്മളും അതുപോലെ പോയാൽ നമ്മൾ കയറായിരുന്നത് വരയ്ക്കപ്പുറം കയറായിരുന്നത്. ഇവിടെ കണ്ട് ഇത്രയും വളവുകളാണല്ലോ. എറണാകുളത്തെ പകുതി ഓണടി ഉണ്ടെങ്കിൽ വണ്ടി എറണാകുളത്ത് ഒരു സിഗ്നൽ വീണ അന്നേരം ഓണടിക്കാൻ തുടങ്ങും. വെട്ടം തെളിയുന്നതിന് മുമ്പ് ഓണം ഞെക്കി പിടിച്ചോണ്ടല്ലോ തമ്മാരിരിക്കുന്നു. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഓണടിക്കുന്നുണ്ടോ എനിക്ക്? എസ് ടി അല്ല തുടങ്ങുന്നുണ്ടോ? ഈ കാലാവസ്ഥ മൊത്തം തണുപ്പ് പഠിക്കാതിരിക്കുന്നതല്ല. കാറ്റ് തലവേദന എടുക്കും. ആകാശത്തോടെ കാണുന്ന കാഴ്ചകളാണിത്. നമ്മൾ എത്രായിരം അടി മുകളിലാണ് സമുദ്രനിരപ്പിൽ നിന്ന്. ഇനി നമുക്ക് സുനാമിയെ പേടിക്കണ്ട കുറച്ച് നേരത്തേക്ക്. ഇവിടെ വരെ വരികയല്ലേ. ഓ ഇവിടെ വരെ കയറി വരണമെങ്കിൽ ശലം പാടായിരിക്കും. ഇതാ കരണയല്ലേ. ആ ഇതാണ് കരണമരം. ഈ നിൽക്കുന്നുണ്ട് ഇത് പൂ പറക്കും. കാറ്റാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് അവിടെ ഇവിടെ എല്ലാം പോയി വീണ് കിളുക്കും. അപ്പൂപ്പന്താടിയല്ല പോയി കിളുക്കും. ഇത് ഒറ്റയരി മതി കിളുക്കാൻ വേണ്ടിയത്. കാരണം പൂത്തേക്ക് വയ്ക്കുന്നുണ്ട്. അത് ഏലത്തിന് തണലിന് വേണ്ടി വെക്കുന്നത്. ഇതിന്റെ ഇലയ്ക്ക് നല്ല അഴുകലുണ്ട്. പെട്ടെന്ന് അഴുകിപ്പോവും. കിടക്കിയല അപ്പൊ നല്ല വളമായത്. അപ്പൊ ഏലത്തിന് തണലിന് വേണ്ടി പെട്ടെന്ന് വളരുകയും ചെയ്യും. ഇത് പറമ്പിൽ കൂടെ എല്ലാം തൈ നീ ഓരോ അരി വീഴുന്നതും തൈ കിളുക്കും. കൃഷിസ്ഥലമാണോ അതോ എന്താണ്? കൃഷിസ്ഥലമാണ്. ഈ ലെഫ്റ്റ് സൈഡ് കാണാൻ മൊത്തം ഏലവാ. ഇതൊക്കെ തൈ നിൽക്കുന്ന കാര്യത്തിന്റെ സതീശന് ഇവിടെയൊക്കെ സ്റ്റേ ഉണ്ടെന്ന് കൊടിവനം കുത്തി വെച്ചിരിക്കുന്നത്. മറ്റേ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇച്ചിരി സന്ധ്യ ആയിട്ടേ വരുവുള്ളൂ. എന്നാലേ ആളിറങ്ങുള്ളൂ. ഈ പണിയെ കഴിഞ്ഞിട്ട് ഇവിടത്തെ സംബന്ധിച്ച് നമ്മള് പണിയെ കഴിഞ്ഞിട്ട് ആൾക്കാർ വരുവുള്ളൂ. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞാലല്ലേ. അങ്ങൊരു ടവർ നിൽക്കുന്നുണ്ട് ചേച്ചി. ഏറ്റവും അങ്ങോട്ട് വലിയ ടവർ നിൽക്കുന്നുണ്ടോ? എന്റെ വീടിന്റെ ഒരു 500 മീറ്റർ അടുത്ത് ടവറാ. അതാണ് ലാൻഡ്മാർക്ക്. അതാണ് ലാൻഡ്മാർക്ക്. കയറി പോയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ. ഞങ്ങൾ അവിടെ പള്ളിക്ക് നിൽക്കുമ്പോൾ നേരെ അങ്ങനെ അവിടെ അതിന്റെ നേരെ അപ്പുറത്ത് കാണുന്നതാണ് ആനമുടി കൂർത്ത് നിൽക്കുന്നത്. നാളെ വേലുള്ളുമ്പം കാണാം. അഞ്ചാറുമല അപ്പുറത്താണ്. ഒരു 10 മൈലൊന്നുമില്ല, ഒരു 20 കിലോമീറ്റർ, 10-15-20 കിലോമീറ്റർ. സതീശന് ഓടാൻ വേണ്ടി നിൽക്കുവാണ്. സെറ്റ് സാരി ഒക്കെ കൊടുത്ത് റോഡിനടുത്ത്. ഇപ്പൊ ഒരു മഴ വന്നാൽ ഒരു സെറ്റ് ആവും. പക്ഷെ ഇവിടെ മഴ പെയ്തില്ല കേട്ടോ. ആണ് ഇടുക്കിയിലെ തടി ലോറി മൊത്തം തടി കയറ്റി പോകുന്ന സാധനങ്ങളാണ്. പണ്ടത്തെ പഴയ ലോറികളുടെ എല്ലാം ഷേപ്പ് അതായിരുന്നു. ഇതേല കേട്ടോ. ലേല വല്ലതും തെറ്റിദ്ധരിച്ചേക്കരുത്. ഇതേലവാ ഇരിക്കുന്ന ഏലവാ. ഇല മൊത്തം ഉണങ്ങി വീഴാറായി നിൽക്കുക. മഴ പെയ്യാതെ ഇന്നലെ എങ്ങാണ്ട് മഴ പെയ്തെന്നാണ് ഇവിടെയൊക്കെ. ഈ ചെരുവിന് തേയിലയാണോ? തേയില നിൽക്കുന്നത്. തേയില ഇഷ്ടം പോലെ കാണാൻ. നാളെ 3-4 കിലോമീറ്റർ തേയില മാത്രമല്ലേ ഉള്ളൂ. കുന്നുമേളത്ത് മൊത്തം തേയിലയായിരിക്കും. താവട്ടിറങ്ങിയാൽ മൊത്തം ഏലമായിരിക്കും. ആ വെള്ളത്തിന്റെ സൗകര്യവും പാറക്കെട്ടാലൊന്നും ഏലം പിടിക്കുകയല്ലോ. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ 10-12 കിലോമീറ്റർ കട്ടപ്പന ടൗണിലേക്ക്. ഹൈ റേഞ്ച് ഏറ്റവും വലിയ ടൗൺ കട്ടപ്പനയാണ്. ഞാൻ കട്ടപ്പന താമസിച്ചിട്ടുണ്ട്. ഞാൻ IT പിള്ളേരൊക്കെ കൊണ്ടേ ടൂറിന് വന്നിരുന്നേ. ആ സമയത്ത് ഞങ്ങൾ കട്ടപ്പനയിലാണ് ഒരു ദിവസം സ്റ്റേ ചെയ്ത്. പിറ്റേ ദിവസം ഞങ്ങൾ മൂലമറ്റം നാടുകാണി അവിടെ എല്ലാം പോയി. ഇതാണ് കാൽവരി കൊണ്ട് 10-ാം മൈൽ എന്ന സ്ഥലം. നമ്മൾ ഇവിടുന്ന് മേളിലോട്ട് കയറി പോകും. മറ്റേ അവിടെ തന്നെ പോകല്ലേ. ആ കാണുന്നതാണ് മേഘമല റിസോർട്ടൊക്കെ ആ കാണുന്നത്. അതുകൊണ്ട് സിനിമ ലൊക്കേഷൻ ഉണ്ട് ചേച്ചി. അത് ചന്ത സിനിമയൊക്കെ ഇല്ലേ, അതൊക്കെ ഷൂട്ട്. അന്നത്തെ ബിൽഡിംഗ് ബ്രിട്ടീഷുകാർ പണിത ബ്രിട്ടീഷുകാർ ഔട്ട് ഹൗസ് അത്. അതിപ്പോ റിസോർട്ടാക്കിയത്.
In 300 meters, turn right. മേഘമല്ലാന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? തേയില കൊണ്ട് തന്നെ. സിനിമ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടേ. പഴയ ഒത്തിരി സിനിമയിൽ ഇവിടെയായിരുന്നു അന്ന് ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലായിട്ട് കിടന്നിരുന്നത്. നമ്മളിതിന്റെ അടുത്ത് കുത്തു കയറുവാണ്. നേരെ ഹൈവേ ആണ്. In 300 meters, ബസ് turn ഇങ്ങനെ left. കയറ്റി വെച്ചേക്കുന്ന ബസ്സാണോ? സാറ് പറഞ്ഞപ്പോഴാണല്ലോ ഞാനും കാണുന്നത്. ഹോട്ടലല്ല, മറ്റേ വെയിറ്റ് ഷെഡ് പോലെ ഒരു രസത്തിന് വേണ്ടി ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. എയറോപ്ലെയിൻ ഒക്കെ കന്യാകുട്ടിലും കപ്പലുണ്ട്, മറ്റേ വാസ്കോ ഡ ഗാമ അതിന്റെ ചേച്ചി അതാണ് അന്നത്തെ ആ ഹോട്ടലാ പഴയത്. അവർക്ക് മേളിൽ റിസോർട്ട് ഉണ്ട്. മേളില് ഇത് റിസോർട്ട് ആക്കിയിട്ടിരിക്കുവാണ്. അവർക്ക് മേളിലും ഉണ്ട്. ഞാൻ മുമ്പേ വിളിച്ചു ചോദിച്ച അവരെയാ. അവിടെ ഒരു പള്ളിയുണ്ട്. അതാണ് ക്രിസ്ത്യൻ പള്ളി. അത് 10 മൈൽ പള്ളി. നിങ്ങൾക്കേ കാണാമോന്ന് എനിക്കറിയത്തില്ല. അല്ല ഞാൻ ചോദിച്ചു പെട്ടെന്ന് പറഞ്ഞ് റൈറ്റ് എടുക്കുകയെന്നേ. സാറ് ഞാൻ 15 കിലോമീറ്റർ ഞാൻ ഇവിടേക്ക് വന്നോണ്ടിരുന്ന സ്ഥലങ്ങളല്ലേ? അവിടെ ആയിരുന്നല്ലോ. ഈ മേളിലൊക്കെ ഇഷ്ടം. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴേ കട്ടപ്പന പഠിച്ചോണ്ടിരുന്നത്. അപ്പം ഇവിടെ ഇഷ്ടംപോലെ മിക്കവാറും വന്നോണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ക്ലാസ് കെട്ടിയതൊക്കെ കട്ടപ്പന ഇവിടെ അടുത്താണോ? 12 കിലോമീറ്റർ ഉള്ളൂ. നാളെ അതുവഴിയല്ലേ പോകുന്നേ? അതുവഴി പോകുന്നില്ല, കട്ടപ്പന പോണേ പോവാം. വേണമെന്നില്ല, കട്ടപ്പന പക്ഷെ ടൗൺ കണ്ടക്കൊള്ളാമെന്നുണ്ട്. കണ്ടതല്ലേ ഇതൊക്കെ ഓരോ റിസോർട്ടുകളിലേക്ക് പോകുന്ന അമ്മായി പറഞ്ഞ റിസോർട്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം മലയാളം മണ്ടലോട് കയറി ചെയ്യുമ്പോൾ ഓരോ റിസോർട്ടുകളാണ്. In 300 meters, turn right. അതെല്ലാം ഹോം സ്റ്റേകളായി ഇതൊക്കെ. ഇതുണ്ട് കപ്പൽ, വാസ്കോ ഡ ഗാമ കപ്പലിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ റിസോർട്ടുകാരനാണ് ഈ കപ്പലൊക്കെ ഇരിക്കുന്നത്. ഇവിടെയാണ് ജീവൻജിയുടെ ഫാക്ടറി ഒക്കെ ഉള്ളത്. ഈ തൈര് മൊത്തം ജീവൻജിക്കാരുടെയാണ്. ഈ കപ്പൽ ഏതാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണോ? അതോ സിമെന്റ് ആണ്. സിമെന്റ് അല്ലേ? സെയിം ഷേപ്പിൽ ഉണ്ടാക്കി. ഓക്കെ, വാസ്കോ ഡ ഗാമ മലമണ്ടയിലല്ലേ കപ്പൽ വരുന്നത്? ഓരോരോ ആൾക്കാർ അപ്പുറം ബസ് ഇരിക്കുന്ന കണ്ടപ്പോഴേ അതെങ്ങനെ അവിടെ കയറിയതെന്നുള്ളതാണ്. അത് ബോഡി മാത്രമാണ്. അത്രേ ഉള്ളൂ, ടയറില്ല. എന്നിട്ട് താഴെ മഞ്ഞ് കാണല്ലേ? മഞ്ഞില്ലായിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യൂ താഴെ കാണാം. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. Turn right, then turn right. തേയിലയാന്ന് തോന്നുന്നു. ഇവരെന്നാ റേറ്റ് പറയുന്നത്? ഇതെല്ലാം തേയിലല്ലേ? ഇതെല്ലാം അല്ല, അതിന്റെ അപ്പുറം തേയില. അപ്പം തേയിലുണ്ട്. റിസോർട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. See the tea plants. എല്ലായിടത്തും കുരിശ് വെച്ചേക്കുന്നത് എന്തിനാണ്? ഇത് കുരിശാണ്. 10 മൈൽ പള്ളിയുടെ കുരിശുമല മേളില്. Turn right. അതുകൊണ്ട് ആ കാണുന്ന കുരിശുമല ഉണ്ടോ? 10 മൈൽ പള്ളി. അവിടെ കയറി ലോകം മൊത്തം കാണാം. ഞങ്ങൾ അവിടെയൊക്കെ കയറിട്ടുള്ള. See how they cut the tea. Kerala forest tourist. ഇവിടെ കയറി വ്യൂ പോയിന്റ് ഇവിടെയാ. ഇവിടെ പാസ് എടുത്ത് കയറണം. നമ്മൾ ആ റിസോർട്ട് അങ്ങോട്ട് പോയി നോക്കിട്ട് മതി. നമുക്ക് പാസ് വേണം. ഇവിടെ കയറി കാഴ്ച ഭയങ്കര വ്യൂ സാർ. അവിടെ ആണല്ലേ? ഇത് വരാനല്ലോ. അവിടെ എന്നാലും കാണാം നിങ്ങൾക്ക്. In 200 meters, your destination. അത് കയറി കണ്ടിട്ട് പോകണം. ഇപ്പം ഇരുട്ടാൻ ഇവിടെ ഇറങ്ങിയിട്ട്
കുഴി മൊത്തം കിടക്കുന്നുണ്ടല്ലോ, ഉം. വെള്ളവാ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ അതാവട്ടെ. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാലേ വാ അവിടെ ഇറങ്ങി ജി സെറ്റർ കൊണ്ടിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ ഓർത്തില്ല. നോക്കവിടെ എങ്ങനെയുണ്ട്. ഉണ്ട് സൂപ്പറാ സൂപ്പറാ. ഇല്ല, ഇവിടെ താമസിക്കാൻ അങ്ങനെ ഉണ്ടെന്നേ. ആ ഓ റൂം കിട്ടുകയാണെങ്കിൽ ഇന്ന് എടുക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വലിയുന്നില്ല. Your destination is on the right. ഒത്തിരി ആൾക്കാർ താമസിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം തമിഴ്. ശനി ബാ റിസപ്ഷനിലോട്ട് പോയിട്ട് വരാം. എന്നാ അവർക്ക് എടുക്കാം. നല്ല അതിന്റെ ഇത് ആ കിട്ടിയാ ഞാൻ പറഞ്ഞല്ല വണ്ടിയിലൊന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അവിടെ ഒരു പാസ് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. 20-30 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. കുഴപ്പമില്ല. ഇതൊക്കെ മേളിലേക്കൊക്കെ പണികൾ പണിയുന്നുണ്ടല്ലേ. പറഞ്ഞു. പിന്നെ അല്ല സാധനമുണ്ട്, അപ്പുറം ഇപ്പുറം എല്ലാം ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല പറയാൻ. ആ കുഴപ്പമില്ല. പൈസയാണ് ഈ ടൂറിസ്റ്റ് മേഖലയിലെ വിഷയം അതാ. ഇവിടെ 4000 എന്ന് പറഞ്ഞില്ലേ, മൂന്നാർ ചെല്ലുവാണെങ്കിൽ 8000 ആയിരിക്കും. അതാണ് ഈ ടൂറിസ്റ്റ് മേഖല. ജമ്മുവിന് കുഴപ്പമില്ലല്ലോ. ലൈറ്റ് അല്ലേ, കുഴപ്പമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല സാറേ. ഇനി നമ്മുടെ നാടായില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പോ വഴിയെ കിടന്നാൽ ആരും ചോദിക്കുകയല്ല. ഓക്കെ ഓക്കെ ഇടുക്കി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സാന്ദ്രികമാണ്. വിളിച്ച വെളിപ്പുറത്ത് വരാനുള്ള ആൾക്കാരുണ്ട്. രാത്രി എന്തായാലും എന്തുകൊണ്ട് വിളിച്ചോണ്ട് ചേച്ചി തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. മൗണ്ടൻസ് എന്താ റൂംസ്. അടച്ചോ? ഇല്ല, ആളുണ്ടെന്ന് തോന്നുന്നല്ലേ. എൻട്രൻസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു. അടച്ചാണോ? ആ അത് ഇപ്പൊ തന്നെ പറയാം. ഞങ്ങളിവിടെ ഗീല ഇത് എത്രയാ പൈസ അല്ലോ പിന്നെ എന്തായാലും